ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മളുടെ അത്തപ്പൂക്കളം വ്ളോഗാണ്. 2-3 ദിവസമായിട്ട് ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. അതായത് പൂക്കളം ഇടുന്നതിൻ്റെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാര്യം വേറൊന്നുമല്ല, ആദ്യം 2 ദിവസമൊക്കെ ഇട്ട് ലോങ് വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെയും എല്ലാ ദിവസവും അത് തന്നെ ആകുമ്പോഴത്തേനും കാണുന്ന നിങ്ങൾക്കും ബോറടിക്കത്തില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ട് ഷോർട്ട് വീഡിയോസ് മാത്രമായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ഇന്നിപ്പം അനിഴം നാളാണ്. അപ്പോൾ അനിഴം നാളിന് രാവിലെ ഞാൻ എഴുന്നേറ്റ് തല നനച്ചിട്ടില്ല കേട്ടോ. എനിക്ക് തൊണ്ടയ്ക്ക് പ്രശ്നം തുടങ്ങിയതുകൊണ്ട്, തൊണ്ടവേദന തുടങ്ങിയതുകൊണ്ട് തല നനച്ചില്ല. മേലൊക്കെ കഴുകി രാവിലെ എഴുന്നേറ്റ് ഉടനെ നല്ല വൈകിട്ടൊന്നും മുറ്റം തൂത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മുറ്റമൊക്കെ തൂത്ത് പെരയ്ക്കകമൊക്കെ ഒന്ന് തൂത്തിട്ട് കുളിച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞു കേട്ടോ. അത്തപ്പൂക്കളം ഇടുന്ന ആ ഒരു ഭാഗത്ത് വെള്ളം കുടഞ്ഞതിന് ശേഷം പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് പൂവിടാനായിട്ട് പോവാം. നേരം വെളുത്ത് വന്നിട്ടുണ്ട്, വെയിലായി വന്നിട്ടുണ്ട്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൂവ് കിട്ടാനായിട്ട് ഇത്തിരി പാടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് പൂക്കളൊന്നും കിട്ടിയില്ല. ഇന്ന് പൂക്കളെക്കാട്ടിലും കൂടുതൽ ഇലകളാണെന്ന് വേണമെങ്കിൽ പറയാം. തുളസി ഇല ആദ്യം തന്നെ വെച്ചു. തുളസി ഇല വെച്ചതിന് ശേഷം നമ്മുടെ സ്ഥിരം ആളായ മഞ്ഞപ്പൂവ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചുമന്ന പൂവുണ്ടായിരുന്നു, പിന്നെ 2 പർപ്പിൾ കളറിലെ പൂവുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ കിട്ടിയ പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ പൂവൊക്കെ എങ്ങനെയെങ്കിലും ഒപ്പിക്കണമെന്നൊക്കെ പ്ലാൻ ഉണ്ട് കേട്ടോ. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. എവിടെന്നെങ്കിലുമൊക്കെ തലേന്ന് വൈകിട്ട് പോയിട്ട് പൂവൊക്കെ പറിച്ച് വെക്കണമെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നുകിൽ സമയം കിട്ടത്തില്ല, ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കാണത്തില്ല. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇത് വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അനിഴം ദിവസത്തെ പൂക്കളത്തിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അനിഴം പൂക്കളം. അപ്പോൾ രാവിലെ കടലക്കറി അപ്പമാണ്. ഇന്നലെ രാത്രി തന്നെ ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. വെള്ള കടലയാണ്. അപ്പോൾ അപ്പത്തിനുള്ള മാവും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചങ്ങ് മാറ്റി വെച്ചു. പിന്നെ കടല കറി വെക്കാനായിട്ട് എല്ലാം സവാളയും തേങ്ങാക്കൊത്തും എല്ലാം അരിഞ്ഞെടുത്തു. വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുക ഞാൻ ചെയ്യുന്നത്. ഈ വെള്ളക്കടലയാകുമ്പോൾ ഞാനൊരു 4 വിസിലേ കടലക്കറിക്ക് എടുക്കത്തുള്ളൂ. 4 വിസിൽ വേണമെന്നില്ലെന്ന് തോന്നുന്നു. ഒരു 3 വിസിലൊക്കെ മതി. ഞാൻ പിന്നെ നന്നായിട്ട് വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് 4 വിസിലാക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടായിക്കുള്ള കാപ്പിയൊക്കെ ഇട്ടു. പിന്നെ നീലൂട്ടനാണ് ഇപ്പം ഈ കാര്യം ചെയ്യുന്നത്. അതായത് എനിക്ക് നീലൂട്ടനും ചായ ഇടാൻ നേരം ഒന്നുകിൽ പാല് അല്ലെങ്കിൽ വെള്ളം ഏതേലും ഒന്ന് അവൻ ഒഴിക്കണം. അപ്പോൾ അവനെയും കൊണ്ട് പാലൊക്കെ അതിനകത്തോട്ട് ഒഴിപ്പിച്ച് അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ബ്രെഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ബ്രെഡ് നെയ്യിൽ പൊരിച്ച് കൊടുക്കാമെന്ന്. അങ്ങനെ അതും പൊരിച്ചിട്ട് അവനെ അതും കൊണ്ട് അങ്ങ് ഹാളിലോട്ട് വിട്ടു. പിന്നെ അതിന് ശേഷം എനിക്ക് നീലൂട്ടനുമുള്ള ചായ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കുട്ടി വ്ളോഗാട്ടോ. ഒരുപാട് ലെങ്ത് ഒന്നും ഇല്ലാത്തൊരു കുട്ടി വ്ളോഗ്. നമ്മുടെ അനിഴം ദിവസത്തെ രാവിലത്തെ കാര്യങ്ങൾ മാത്രം. അപ്പോഴത്തേനും നമ്മുടെ കടലയൊക്കെ വെന്ത് ഞാൻ അരപ്പൊക്കെ ആക്കി. പിന്നെ കുറച്ച് കടല ഞാൻ മാറ്റിയിട്ട് അതൊന്ന് അരച്ച് ചേർക്കും. ഒരു ശകലം കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല. അതിന് പകരം കടല അരച്ചങ്ങ് ചേർക്കും കേട്ടോ. കുറച്ച് ലൂസായിട്ട് കറി ആവാതിരിക്കാൻ ഒരു കട്ടിക്ക്. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കടയിൽ പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എൻ്റെ ചാനൽ കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബൈ.